എന്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ മൊട്ടുസൂചി മുതൽ വിമാനം വരെ, ഉപ്പുതൊട്ട കർപ്പൂരം വരെ ദ്രവ്യമായും സേവനമായും ഒക്കെ നൽകി ഈ നാടിന്റെ കെട്ടുറപ്പ് ബലപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ടാറ്റ. കിട്ടുന്ന ലാഭത്തിന്റെ 50%-ലധികവും ഇന്നാട്ടിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി നീക്കിവെക്കുന്ന അവർ എന്റെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ടാറ്റ ഇന്ത്യൻ വസ്ത്ര വിപണിയിലെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിർമ്മിച്ച ഏറ്റവും വലിയ സ്ഥാപനമാണ് സ്റ്റുഡിയോ. 999 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഉൽപ്പന്നവും അവിടെ വിൽക്കില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. രാജ്യം മുഴുവൻ സർവേ നടത്തി ചെറുപ്പക്കാരുടെ ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് ലാക്മി നിലവാരത്തിൽ ഡിസൈൻ ചെയ്തതാണ് അവരുടെ എല്ലാ പ്രൊഡക്ട്സും. മിതമായ നിരക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നൽകുക, അതും ഒരു പരസ്യം പോലും നൽകാതെ. മറ്റു കടക്കാർ ചെയ്യുന്ന പോലെ പ്രത്യേക ഉത്സവ കിഴിവുകളോ ഓൺലൈൻ ഓഫറുകളോ ഒന്നും അവിടെ ഉണ്ടാകില്ല. എപ്പോഴും ഒരേ നിരക്കിലുള്ള വ്യാപാരം, അതും നേരിട്ട് കടയിൽ തന്നെ ചെന്ന് വാങ്ങണം. ഷോപ്പിംഗ് സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ അത്ഭുതകരമാവണ്ണം സ്റ്റുഡിയോയെ നെഞ്ചിലേറ്റി. ഉൽപ്പന്നങ്ങൾ ചെറിയ വിലയ്ക്ക് വിറ്റിട്ടും സ്റ്റുഡിയോ വിജയിച്ചതിന് പിന്നിൽ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ആർക്കു വേണ്ടി എന്ന ചിന്തയാണ് ഒന്നാമത്തേത്. ജൻസറിന്റെ ഫാഷനെയാണ് സ്റ്റുഡിയോ പ്രതിനിധീകരിക്കുന്നത്. ഫാഷൻ ട്രെൻഡുകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന എന്നാൽ അധികം പണം കയ്യിലില്ലാത്ത കൂട്ടരാണ് സ്റ്റുഡിയോയുടെ ഉപഭോക്താക്കൾ. ഇവരാണ് പ്രധാന ഫോക്കസ്. വലിയ അളവിലുള്ള പ്രൊഡക്ഷനാണ് മറ്റൊരു സ്മാർട്ട് സ്ട്രാറ്റജി. ഇതിലൂടെ വൻതോതിൽ ചെലവ് കുറയ്ക്കാനും കഴിയും. സ്റ്റോക്ക് പുതുക്കുന്നതിൽ സ്റ്റുഡിയോയുടെ വേഗവും റീറ്റെയിൽ രംഗത്ത് ശ്രദ്ധേയമാണ്. ഓരോ 15 ദിവസം തോറും സ്റ്റുഡിയോയിൽ പുതിയ സ്റ്റോക്ക് എത്തുന്നുണ്ട്. ഇന്ന് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്റ്റുഡിയോ ഉയർന്നു വരികയാണ്. സീസൺ വ്യത്യാസമില്ലാതെ എപ്പോഴും തിരക്കാണ്. ഇത് കണ്ട് വിരല് പിടിച്ച ചിലരാണ് ഇപ്പോൾ മതമൗലികവാദികളെ ഇറക്കിവിട്ട സ്റ്റുഡിയോയ്ക്കെതിരെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഹമാസിനെതിരെ പ്രയോഗിക്കുന്ന ആയുധം വികസിപ്പിക്കാൻ ടാറ്റയും പങ്കാളിയായി എന്നതാണ്. മുട്ടാപ്പോക്ക് പറഞ്ഞ് എന്റെ നാട്ടിലെ പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്ത് വില കൊടുത്തും പൂട്ടിക്കണം എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രാജ്യത്തെക്കാളും സഹജീവികളെക്കാളും ഇവിടുത്തെ ആവാസ സമ്പത്ത് വ്യവസ്ഥകളെക്കാളും വലുത് സ്വന്തം മതമാണെന്ന് ശഠിച്ച സ്വന്തം നാട്ടിലെ സ്ഥാപനങ്ങൾ നശിപ്പിച്ച് അന്യരാജ്യത്തെ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവർ എന്റെയും ശത്രുക്കളാണ്. മതസ്നേഹം മതഭ്രമമായി മാറി സ്വന്തം നാടിന്റെ അസ്ഥിവാരം തോടാൻ ശ്രമിക്കുന്ന അത്തരക്കാരെ തുറന്നു കാട്ടുകയും അവരെ യഥാവിധം പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരന്റെയും കടമയാണ്. അതിനാൽ തന്നെ എന്റെ നാടിന്റെ ജീവനായി ടാറ്റയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഒപ്പം അന്യനാട്ടിലെ ഭീകരർക്കായി വാദിക്കുന്നവരോടും അത്തരം മനോഭാവം വെച്ച് പുലർത്തുന്നവരോടും മേലിൽ ഒരു സഹകരണവും ഉണ്ടാവില്ല എന്നും തീരുമാനിച്ചിരിക്കുന്നു. ഇനി വസ്ത്രം വാങ്ങുകയാണെങ്കിൽ അത് സ്റ്റുഡിയോയിൽ നിന്ന് മാത്രം.